ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ചാപ്റ്റർ ആണ് ദാറ്റ് ഈസ് ലൈഫ് ഇൻ ദ ഡെസേർട്ട്. ഡെസേർട്ടിലുള്ള ജീവിതത്തെ പറ്റിയിട്ട് അല്ലെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഡെസേർട്ടിലുള്ള ആൾക്കാരെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അല്ലെ? നമുക്ക് വളരെ നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണല്ലേ. നമുക്ക് അധികമായിട്ടുള്ള ഒരു ചൂടോ അല്ലെങ്കിൽ അധികമായിട്ടുള്ള തണുപ്പൊന്നും ഇല്ലാത്ത ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലെ. ഇന്ത്യയിലുള്ള ഭൂരിഭാഗം സ്ഥലങ്ങളിലുള്ള ആൾക്കാരും ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ വളരെ ഒരു ഡെസേർട്ട് കണ്ടീഷനിൽ ജീവിക്കുന്ന ആൾക്കാര് അവിടുത്തെ പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ ആനിമൽസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ലൈഫ് ഇൻ ദി ഡെസേർട്ട്. ഡെസേർട്ടിലുള്ള ലൈഫിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. So it is difficult for anyone to live in places where there is no water to drink, where there is no grass for their cattle to feed on, and where there is no water to help the crops to grow. അല്ലെ, അപ്പം വളരെ ഡിഫിക്കൽട്ട് ആണ് എങ്ങനത്തെ സ്ഥലങ്ങളിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. കുടിക്കാൻ പോലും വെള്ളമില്ല അല്ലെ, നോ വാട്ടർ ടു ഡ്രിങ്ക്. അവിടെ കാറ്റിലിനല്ലേ, അവിടെ വളർത്തുന്ന കാറ്റിൽ നിന്നും ഫീഡ് കൊടുക്കാനുള്ള അത്രയും ഗ്രാസസ് ഒന്നുമില്ല അല്ലെ. ഗ്രാസസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഗ്രാസസ് വളരാനുള്ള അത്രയും വെള്ളമില്ല എന്ന് അതിന്റെ അർത്ഥം. ആൻഡ് വേർ ദർ ഇസ് നോ വാട്ടർ ടു ഹെൽപ് ദ ക്രോപ്സ് ടു ഗ്രോ അല്ലെ. വിളകൾക്ക് നല്ല രീതിയിൽ വളരാനുള്ള വെള്ളവും ഇല്ലാത്ത സ്ഥലങ്ങള്. We will now learn about the places in the world where people have learned to cope with extreme harsh temperature. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. തീരെ വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് ഇവിടെ എല്ലാം കംഫർട്ടബിൾ ആണല്ലേ. ഇപ്പം വിന്റർ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നല്ല തണുപ്പാണെങ്കിൽ പോലും നമുക്ക് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അല്ലെ, നമുക്ക് എന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. നല്ല ചൂടാണെങ്കിലും ചൂട് ഭയങ്കര ഹെക്റ്റിക് ആയി തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ ബോഡി അത് ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാപ്പപ്പ് ചെയ്ത് പോകുന്നൊരു ടെമ്പറേച്ചറാണ്. ഈയിടെയാണ് ചൂട് ഇത്രയധികം കൂടാനൊക്കെ തുടങ്ങി. നമ്മുടെ ക്ലൈമറ്റിൽ വന്നിട്ടുള്ള വ്യത്യാസം, നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്ന ഒത്തിരി കാര്യങ്ങൾ അല്ലെ. നിങ്ങൾ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ അങ്ങനെ പാർട്ടൊക്കെ ആയിട്ടാണ് ഇത്രയും ചൂട് ഇപ്പം നമുക്കും കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉള്ള ക്ലൈമറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ക്ലൈമറ്റ് ആണ്. പക്ഷെ വളരെ എക്സ്ട്രീം ഹാർഷ് ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ അതിനനുസരിച്ചിട്ട് പാകപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, എങ്ങനത്തെ സ്ഥലങ്ങളിലാണ്? സം പ്ലേസസ് ആസ് ഹോട്ട് ആസ് ഫയർ അല്ലെ, തീച്ചൂട് പോലത്തെ ചൂട്, അത്രയും നല്ല ചൂടുള്ള ക്ലൈമറ്റ്. ആൻഡ് സം ആസ് കോൾഡ് ആസ് ഐസ്, ഐസ് പോലെ തണുത്ത സ്ഥലങ്ങൾ അല്ലെ, ഐസിന്റെ അത്രയും തണുപ്പുള്ള സ്ഥലങ്ങൾ. നമുക്കൊരു പീസ് ഐസ് തന്നെ നമുക്കൊരു കുറച്ചു നേരം കയ്യിൽ വെക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മുടെ സറൗണ്ടിങ് മൊത്തം ആ ഒരു ഐസിന്റെ ടെമ്പറേച്ചറിലൊക്കെ പോകുന്ന സ്ഥലത്ത് ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നുണ്ടാവുക, എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. There are the desert areas of the world. These are the desert areas of the world. അല്ലെ, വേൾഡിലെ ഡെസേർട്ട് ഏരിയയിലാണ് ഇങ്ങനത്തെ അല്ലെ എക്സ്ട്രീം ക്ലൈമറ്റ് ഉള്ളത്. These are characterized by low rainfall, scanty vegetation and extreme temperature. എന്താണ്? അവിടെ മഴയൊക്കെ കുറവാ, ലോ റെയിൻഫോൾ ആണ്. അതുപോലെ തന്നെ സ്കാൻഡി ആയിട്ടുള്ള എന്താണ് വെജിറ്റേഷൻസ് അല്ലെ, അവിടെ ജീവജാലങ്ങളൊക്കെ കുറവാണ്, അവിടെ സസ്യങ്ങളൊക്കെ കുറവാണ്. എക്സ്ട്രീം ടെമ്പറേച്ചർ അല്ലെ, വളരെ വലിയ ടെമ്പറേച്ചറും. ഡിപ്പെൻഡിങ് ഓൺ ദ ടെമ്പറേച്ചേഴ്സ് there can be hot desert or cold desert. ഡെസേർട്ട് തന്നെ രണ്ട് തരത്തിലുണ്ട് അല്ലെ. നല്ല ചൂടുള്ള ഡെസേർട്ടും ഉണ്ട്, നല്ല തണുപ്പുള്ള അല്ലെ കോൾഡ് ഡെസേർട്ടും ഉണ്ട്. ഹോട്ട് ഡെസേർട്ടും ഉണ്ട്. നമ്മളെപ്പോഴും ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നല്ല മരുഭൂമി എന്നൊക്കെ പറയുമ്പോൾ നല്ല ചൂടുള്ള അല്ലെ, നല്ല വെയിലുള്ള നല്ല കനല ഭയങ്കര തീ പോലെ ഫയർ ഹോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇമാജിൻ ചെയ്യുക. പക്ഷെ കോൾഡ് ഡെസേർട്ടും ഉണ്ട്. People inhabit these lands wherever little water is available to practice agriculture. അല്ലെ, അഗ്രികൾച്ചർ കൃഷി ചെയ്യാൻ പോലും വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അങ്ങനത്തെ ആൾക്കാര് ജീവിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഫസ്റ്റ് നമ്മള് ഒരു ഹോട്ട് ഡെസേർട്ടിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് സഹാറ. ഓക്കെ, ഹോട്ട് ഡെസേർട്ട് സഹാറ. ഇറ്റ്സ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെസേർട്ട്. It's the world's largest desert. It has an area of around 8.54 million square kilometers.
എത്രയാണ്? 8.54 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് ആണ് സഹാറ ഡെസേർട്ട് അല്ലെ. ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യ എന്ന് പറയുന്നത് വലുപ്പത്തിന്റെ സ്ഥാനത്ത് 7ാമത്തെ പൊസിഷനിലുള്ള 7th പൊസിഷൻ ആണ്. അപ്പം ഇന്ത്യയിലുള്ള ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 3.2 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. ആൻഡ് സഹാറ ഡെസേർട്ടിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 8.54 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. സഹാറ ഡെസേർട്ട് ടച്ചസ് 11 കൺട്രീസ്. 11 കൺട്രീസ് ടച്ച് ചെയ്തിട്ടാണ് സഹാറ ഡെസേർട്ട് ഉള്ളത്. ഏതൊക്കെയാണ്? അൾജീരിയ, ചാഡ്, ഈജിപ്ത്, ലിബിയ, മാലി, മൗറിറ്റേനിയ, മൊറോക്കോ, നൈഗർ, സുഡാൻ, ടുണീസിയ, വെസ്റ്റേൺ സഹാറ എന്ന് പറയുന്ന 11 കൺട്രീസിനെ ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സഹാറ ഡെസേർട്ട് ഓക്യുപ്പൈ ചെയ്യുന്നത്. And when you think of a desert, the picture that immediately comes to your mind is that of sand. അല്ലെ, മണൽ കൂമ്പാരങ്ങളാണ് നമ്മൾ. അല്ലെ, ഒരു ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു മണലാണ് മനസ്സിലേക്ക് വരുന്നുണ്ടാവുക. But besides the vast stretches of sands that Sahara Desert is covered with, അല്ലെ, വലിയൊരു സാൻഡ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. There are also gravel plains and elevated plateaued with bare rocky surface. അല്ലെ, bare rocky surfaceും സാൻഡും അല്ലെ ഗ്രേവൽസും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. These rocky surfaces may be more than 2,500 meter high. അല്ലെ, 2500 മീറ്റർ എന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്ററോളം ഹൈറ്റില് ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഇമേജ്. ഓക്കെ, നിങ്ങൾക്ക് സഹാറ ഡെസേർട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ്, ഇവിടെയാണോ മാപ്പില്? ഇതാണ് നമ്മുടെ സഹാറ ഡെസേർട്ട്. ഓക്കെ, ഇത്രയും ഒരു ഏരിയയിലാണ് സഹാറ ഡെസേർട്ട് ഉള്ളത്. 11 കൺട്രീസിനെ ടച്ച് ചെയ്തിട്ടാണ് സഹാറ ഡെസേർട്ട് ഉള്ളത്. So you will be surprised to know that present day Sahara once used to be a lush of green plain. ഇന്നത്തെ സഹാറ ഡെസേർട്ട് ഒരു സമയത്ത് എന്തായിരുന്നു? ഒരു ഗ്രീൻ പ്ലെയിൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആൻഡ് cave paintings in Sahara Desert show that there used to be rivers with crocodiles. അവിടെ റിവേഴ്സ് ഉണ്ടായിരുന്നു, crocodiles ഒക്കെ ഉള്ള റിവേഴ്സ് ഉണ്ടായിരുന്നു. Elephants, lions, giraffes, ostrich, sheep, cattle and goats were common animals. അല്ലെ, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ അവിടെ എലിഫന്റ്, ലയൺ, ഗോട്ട് ഒക്കെ ഉണ്ടായിരുന്നു. But the change in climate has changed it to a very hot and dry region. പിന്നീട് അവിടുത്തെ ക്ലൈമറ്റില് ഒരു ചേഞ്ച് വന്നതിന് ശേഷമാണ് മൊത്തത്തിൽ വളരെ ഹോട്ട് ആയിട്ടുള്ള ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു റീജിയൺ ആയിട്ട് സഹാറ മാറിയിട്ടുള്ളത്. ആൻഡ് അറ്റ് Al Azizia in the Sahara Desert south of Tripoli, Libya recorded the highest temperature of 57.7 degrees Celsius. അല്ലെ, 57 അല്ലെ, നമുക്ക് ഇവിടെ 36, 37, 38 ഒക്കെ ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്രയാണ്? 57.7 ഡിഗ്രി സെൽഷ്യസ് in 1922. അതാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ എവർ റെക്കോർഡഡ് എന്ന് പറയുന്നത്, 57.7 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, സഹാറ ഡെസേർട്ടിലെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, the climate of the Sahara Desert is scorching hot. ഭയങ്കര ചൂടാണ്. ആൻഡ് parched dry. It has a short rainy season. അവിടെ മഴ പെയ്യുന്ന ഒരു സീസൺ ഉണ്ട്, റെയിനി സീസൺ ഉണ്ട്. പക്ഷെ എന്താണ് അതിന്റെ ഡ്യൂറേഷൻ? എന്താണ്? വളരെ കുറവായിട്ടുള്ള ഒരു റെയിനി സീസൺ ആണ്. ദ സ്കൈ ഈസ് ക്ലൗഡ്ലെസ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ളത്, അല്ലെ, മഴക്കാറൊന്നും കാണാത്തൊരു ക്ലിയർ ആയിട്ടുള്ള, അല്ലെ. നമുക്കൊക്കെ മഴ വരുന്ന സമയത്ത് എന്താണ് ക്ലൗഡ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു സ്കൈ ഒക്കെ കാണാൻ പറ്റും. അവിടുത്തെ സ്കൈ എങ്ങനെയാണ്? വളരെ ക്ലിയർ ആയിട്ടുള്ള. Here the moisture evaporate faster than it accumulates. അല്ലെ, എന്തെങ്കിലും ജലാംശം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹോട്ടല്ലേ, പെട്ടെന്ന് തന്നെ ഫുൾ വെള്ളം എന്തായി പോവും? ഇവാപ്പറേറ്റ് ചെയ്ത് പോയിക്കോളും. Days are unbelievably hot. എന്താണ്? നിങ്ങൾ ആലോചിച്ചാൽ നമുക്ക് പകൽ സമയത്ത് കുറച്ചധികം ചൂടുണ്ടാവും, രാത്രിയാകുമ്പോൾ കുറച്ച് മീൻസ് ചൂട് കുറയുന്നില്ലേ?
കുറച്ചും കൂടി തണുപ്പായിട്ട് വരുന്നില്ലേ? അതാണ് പകല് നമുക്ക് സൂര്യന്റെ വളരെ ചൂടൊക്കെ അനുഭവിക്കേണ്ടി വരും, രാത്രി ആകുന്ന സമയത്ത് കുറച്ച് ചൂട് കുറയും. പക്ഷെ സഹാറയിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡേ ടൈംസ് പറഞ്ഞാൽ അൺബിലീവബിളി ഹോട്ട്, അത്രയും നല്ല ചൂടായിട്ടുള്ള ക്ലൈമറ്റ് ആണ്. ടെമ്പറേച്ചേഴ്സ് ഡ്യൂറിങ് ഡേ മേ സോർ ആസ് ഹൈ ആസ് 50 degrees Celsius. 50 ഡിഗ്രി വരെയൊക്കെ എന്ത് ചെയ്യും? ചൂട് കൂടും. ഹീറ്റിംഗ് അപ്പ് ദ സാൻഡ് ആൻഡ് ബെയർ റോക്സ് അല്ലെ, മണല് ചൂടാവുന്ന കണ്ടിട്ടുണ്ട് നിങ്ങൾ? അതായത് നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് അവിടെ മണലിൽ നമുക്ക് ചവിട്ടാൻ പറ്റൂല, മണൽ പെട്ടെന്ന് ചൂടാവും. ഓക്കെ, അപ്പൊ അത്രയും ബെയർ ആയിട്ടുള്ള ആ ഒരു ചൂട് എന്ന് പറയുന്നത് നമുക്ക് അൺസൈക്കബിൾ ആണ്. ഓക്കെ, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഹീറ്റിംഗ് അപ്പ് ദ സാൻഡ് ആൻഡ് ദ ബെയർ റോക്സ് which in turn radiates heat making everything around hot. അല്ലെ, ആ സാൻഡ് ഫസ്റ്റ് ചൂടാവും, ആ ചൂടായിട്ട് ആ കാറ്റ് വായു അടുത്തുള്ള വായുവിനൊക്കെ എന്ത് ചെയ്യും? ചൂടാക്കും. അപ്പം അതിന് ചുറ്റുമുള്ള സാധനം മൊത്തത്തിൽ എന്ത് പടരും? ഒരു ചൂട്, ഒരു ഹോട്ട്നെസ് എന്ത് ചെയ്യും? സ്പ്രെഡ് ആവും. എക്സ്ട്രീം 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെയുള്ള അത്രയും ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഈ ഒരു സഹാറ ഡിസേർട്ടിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. The nights may be freezing cold with temperature nearing 0 centigrade. ഇനി നൈറ്റ് ആയിക്കോട്ടെ, നൈറ്റ് തണുപ്പാണ്, ആ 50 ഡിഗ്രി പകലിലുള്ള ടെമ്പറേച്ചർ നേരെ രാത്രി 0 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. That is, night may be freezing cold with temperatures nearing 0 degree Celsius. എന്തൊരു വേരിയേഷൻ ആണല്ലേ അവിടെ ടെമ്പറേച്ചറിൽ വരുന്നത് അല്ലെ? നമ്മൾ അതുവരെ നല്ല ചൂട് സഹിച്ച് രാത്രി ആകുമ്പോൾ ഭയങ്കര തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. അപ്പം ആ രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണയാണ്. ഓക്കെ, ഫ്ലോറ ആൻഡ് ഫോണ. Vegetation in the Sahara Desert include cactus, date palms and acacia. Okay, സഹാറ ഡെസേർട്ടിലുള്ള വെജിറ്റേഷൻ എന്ന് പറയുന്നത് കാക്ടസ് ഉണ്ട്, ഡേറ്റ് പാംസ് ഉണ്ട്, അക്കേഷ്യ ഉണ്ട്. In some places there are oasis green islands with date palms surrounding them. Camels, hyenas, jackals, foxes, scorpions, many varieties of snakes and lizards are the prominent animal species living here. അപ്പം ഇവിടെ ഒരു വരൾച്ചയിൽ ജീവിക്കുന്ന ജീവികളാണ് അല്ലെ, ലിസാർഡുകള് അല്ലെങ്കിൽ സ്നേക്കുകള് അല്ലെ, അങ്ങനെ വരൾച്ചയിൽ ജീവിക്കുന്ന ജീവികള്, ക്യാമല്, അത്തരം സ്കോർപിയോൺസ് ഒക്കെ അല്ലെ, വെള്ളം കുറച്ചൊരു എമൗണ്ട് വെള്ളത്തിൽ ജീവിക്കുന്ന അത്തരത്തിലുള്ള ജീവികളായിരിക്കും. പിന്നെ ഡേറ്റ് പാംസ്, ഇത്തരം സാധനങ്ങളായിരിക്കും ഇവിടുത്തെ ഫോറസ്റ്റ് ആൻഡ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്ന ജീവികളും സസ്യങ്ങളും ഒക്കെ. ഫ്ലോറ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോറ എന്ന് പറയുന്നത് പ്ലാന്റിന്, വെജിറ്റേഷനിൽ പ്ലാന്റ് ആണ്. ഫോണ എന്ന് പറയുന്നത് ആനിമലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്ലോറയും ഫോണയും ടേം ഉപയോഗിക്കുന്നത്. ഇനി ഇവിടുത്തെ ആൾക്കാര്, പീപ്പിൾ എങ്ങനെയാണ്? The Sahara deserts, despite its harsh climate, have been inhabited by various group of people who pursue different activities. പല തരത്തിലുള്ള ആക്ടിവിറ്റീസ്, പല ജോലികൾ ചെയ്യുന്ന പല ആൾക്കാര്. Among them are the Bedouins and Tuaregs. Okay, so അവരിലാണ് ബെഡോയിൻസും ടുവാറെഗ്സും. So these groups are nomadic tribes rearing livestock such as goat, sheep, camels and horses. അപ്പം ഷീപ്പ്, ക്യാമൽ, ഹോഴ്സസിനൊക്കെ വളർത്തുന്ന ആൾക്കാർ അല്ലെ, nomadic tribes ആണ്. And these animals provide the milk, hides from which they make leather for belts. അപ്പം ഇത്തരം ജീവികൾ അല്ലെ, ഷീപ്പൊക്കെ എന്ത് ചെയ്യും, ഈ ഗോട്ടൊക്കെ എന്ത് ചെയ്യും, പാല് കൊടുക്കും. ഷീപ്പിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്കിന്ന്, ഹൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബെൽറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ലെതർ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. സ്ലിപ്പേഴ്സ്, വാട്ടർ ബോട്ടില്, ഹെയർ ഈസ് യൂസ്ഡ് ഫോർ മാറ്റ്സ്, കാർപ്പറ്റ്, ക്ലോത്ത്, ബ്ലാങ്കറ്റ് അല്ലെ, കമ്പിളി പതപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ബ്ലാങ്കറ്റുകൾ ഉണ്ടാക്കും. അപ്പം ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റോക്കിനെ വളർത്തുന്ന നൊമാഡിക് ട്രൈബ്സ് ആണ് ഈ ഇവിടെയുള്ള ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, and they wear heavy robes as protection against dust storms and hot winds. അല്ലെ, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ, അവിടെ ഹോട്ട് വിൻഡ്സ് ഉണ്ടാവില്ലേ
അല്ലെ, നല്ല ചൂടുള്ള കാറ്റ് അല്ലെ, മണൽ കാറ്റ് ഇങ്ങനെ വീശും അല്ലെ. അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അത്തരത്തിലുള്ള ഡ്രസ്സസ് വേണം പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒയാസിസ് ഇൻ ദ സഹാറ ആൻഡ് ദ നൈൽ വാലി ഇൻ ഈജിപ്റ്റ് സപ്പോർട്ട് സെറ്റിൽഡ് പോപ്പുലേഷൻ അല്ലെ. അത്തരം സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ സെറ്റിൽ ചെയ്താണ് അല്ലെ, അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന സെറ്റിൽഡ് പോപ്പുലേഷൻ ആണ്. സിൻസ് വാട്ടർ വാസ് അവൈലബിൾ ദ പീപ്പിൾ ഗ്രോ ഡേറ്റ് പാംസ്. അവിടെ കുറച്ച് വെള്ളം അവൈലബിൾ ആയതുകൊണ്ട് സെറ്റിൽഡ് ലൈഫ് എന്ന് പറയുന്നത്, സെറ്റിൽഡ് പോപ്പുലേഷൻ എപ്പോഴും എന്താണ്, നൈൽ നദി ഉണ്ട് അല്ലെ, അപ്പൊ അവിടെയൊക്കെ വാട്ടർ കുറച്ച് അവൈലബിൾ ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, ആൾക്കാര് ഡേറ്റ് പാംസ് ഒക്കെ വളർത്തും. ഓക്കെ, ഇനി അവിടെ വളർത്തുന്ന ബാക്കി ക്രോപ്പുകൾ എന്ന് പറയുന്നത് ക്രോപ്പ് സച്ച് ആസ് റൈസ്, വീറ്റ്, ബാർലി, ബീൻസ് ആർ ഓൾസോ ഗ്രോൺ അല്ലെ. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ റൈസ്, വീറ്റ് അത്രയും എമൗണ്ടിലില്ല കേട്ടോ, അവർക്ക് വെള്ളത്തിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്. ഈജിപ്ഷ്യൻ കോട്ടൺ ഫേമസ് വേൾഡ് വൈഡ് ഇസ് ഗ്രോൺ ഇൻ ഈജിപ്റ്റ്. ഈജിപ്തില് ഈജിപ്ഷ്യൻ കോട്ടൺ ഉണ്ട്. ഡിസ്കവറി ഓഫ് ഓയിൽ, എ പ്രോഡക്റ്റ് ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ത്രൂ ഔട്ട് ദ വേൾഡ്. ഇൻ ആൽജീരിയ, ലിബിയ ആൻഡ് ഈജിപ്റ്റ് ഇസ് കോൺസ്റ്റന്റ്ലി ട്രാൻസ്ഫോമിംഗ് ദി സഹാറ ഡെസർട്ട്. Other minerals of importance that are found in the area include, അവിടെ കാണുന്ന മിനറൽസ് ഏതൊക്കെയാണെന്ന് അറിയോ മക്കളെ നിങ്ങൾക്ക്? അയേൺ എന്ന് പറയുന്ന ഒരു ഇരുമ്പ്, അയേൺ കാണാൻ പറ്റും. ഫോസ്ഫറസ് ഉണ്ട്, മാംഗനീസ് ഉണ്ട്, യുറേനിയം ഉണ്ട്. ഓക്കെ, അയേൺ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മാംഗനീസ് ഉണ്ട്, യുറേനിയം ഉണ്ട്. The cultural landscape of the Sahara is undergoing change. Gleaming glass cased office building tower over mosque and super highways crisscross the ancient camel path. Trucks are replacing camels in the salt trade. അപ്പം അവിടെ വന്നിട്ടുള്ള ചേഞ്ചസ് ആ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ക്യാമൽസിനൊക്കെ ട്രക്കുകൾ റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ മോസ്ക്, സൂപ്പർ ഹൈവേസ്, ക്രിസ് ക്രോസസ് ദ ആൻഷ്യൻ ക്യാമൽ പാത്തിനെയൊക്കെ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചേഞ്ചില് അവിടെ കുറെ ചേഞ്ചസും വരുന്നുണ്ട്. സോ ടൂറിസ്റ്റ് ആർ സീൻ ആക്ടിങ് ആസ് ഗൈഡ്സ് ടു ഫോറിൻ ടൂറിസ്റ്റ്. More and more nomadic herdsmen are taking to city life, finding jobs in oil and gas operations. Depressions are formed when the wind blows away the sands. അല്ലെ, വിൻഡ് ഇവിടെ ഇങ്ങനെ കുറെ സാൻഡ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇവിടെ നല്ലൊരു വിൻഡ് വീശി കഴിഞ്ഞു, ഇവിടെ ഒരു കാറ്റ് വീശി കഴിഞ്ഞ് ഇവിടുത്തെ മണലിനെ എടുത്ത് പറപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഴി വരും അല്ലെ, കുറച്ച് ഡിപ്രഷൻസ് ഫോം ചെയ്യും. സോ depressions are formed when the wind blows away the sand in the depression where underground water reaches the surface and oasis is formed. These areas are fertile. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇവിടുത്തെ മണലിന് മൊത്തത്തിൽ ഈ കാറ്റ് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അങ്ങനെയാണ് ഒയാസിസ് ഫോം ചെയ്യുന്നത്. ദീസ് ഏരിയാസ് ആർ ഫെർട്ടൈൽ. അവിടെ കുറച്ച് ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. People may settle around these water bodies and grow date palms and other crops. അപ്പം അവിടെ കുറച്ച് വെള്ളം കിട്ടിയില്ലേ, ആൾക്കാരെ എവിടെയാണ് എപ്പോഴും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാം? നമ്മൾ വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്ത് ആരെങ്കിലും പോയിട്ട് സ്ഥിരതാമസം ഉണ്ടാകുമോ അവർക്ക്? ഇല്ല അല്ലെ, വെള്ളം കുറച്ചൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ പോയിട്ട് സെറ്റിൽ ചെയ്യും. അപ്പൊ അതുപോലെ ഇവിടെ ഒയാസിസ് ഫോം ചെയ്ത സമയത്ത് കുറച്ച് വെള്ളം അല്ലെ, വാട്ടർ ബോഡീസ് കിട്ടി, അവിടെ ഡേറ്റ് പാംസും ബാക്കി കുറച്ച് ക്രോപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. സംടൈംസ് ദ ഒയാസിസ് മേ ബി അബ്നോർമലി ലാർജ്. ചില സമയത്ത് ഈ ഒയാസിസ് അബ്നോർമലി ഭയങ്കര വലുതായിരിക്കും. Tafilalet oasis in Morocco is a large oasis with an area of about 13,000 square kilometer. ഇതാണ് ടാഫിലാലറ്റ് ഒയാസിസ് ഇൻ മൊറോക്കോ. അതാണ് ഒരു ലാർജ് ഒയാസിസ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ അല്ലെ, നമ്മൾ സഹാറ ഡെസേർട്ടിനെ പറ്റിയിട്ടാണ് ഈ സെഷനിൽ ത്രൂ ഔട്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം.
സോ ലൈഫ് ഇൻ ഡെസേർട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ അല്ലെ പല തരത്തിലുള്ള ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ പോലെ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആൾക്കാരല്ല, ത്രൂ ഔട്ട് നല്ല ഹോട്ട് ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നല്ല അതുപോലെ തന്നെ നല്ല തണുത്ത ടെമ്പറേച്ചറിൽ അവർക്ക് നൈറ്റ് ആകുമ്പോൾ ചിലപ്പോൾ 0 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. സോ ഹോട്ട് ഡെസേർട്ട് ആയിട്ടുള്ള സഹാറയെ പറ്റി നമ്മൾ പറഞ്ഞു. സഹാറയിൽ എങ്ങനെയാണ് അവിടുത്തെ സർഫസും അവിടുത്തെ ലാൻഡ് എങ്ങനെയാണ്, ലാൻഡിന്റെ നാച്ചർ എന്താണ്, 11 കൺട്രീസിനെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അവിടുത്തെ ഏറ്റവും ടോപ്പ് ടെമ്പറേച്ചർ ആയിട്ട് 57.7 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. അവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. ഡേ ടൈമിൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ അത്രയും ചൂടുള്ള ഒരു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരാറുണ്ടെന്ന് പറഞ്ഞു. അവിടെ മഴയൊക്കെ വളരെ കുറവാന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഒയാസിസ് ഗ്രീൻലാൻഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റ് പാംസ് അല്ലെ. കുറച്ച് ഒയാസിസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഫോം ചെയ്യുന്നത്, നല്ലൊരു കാറ്റ് വരുമ്പോൾ അവിടുത്തെ സാൻഡിന് ഡിപ്രഷൻ സംഭവിക്കും. അപ്പൊ അവിടുന്ന് താഴെ അണ്ടർഗ്രൗണ്ട് വെള്ളം എങ്ങാനും മേലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒയാസിസ് ഫോം ചെയ്യും. അപ്പം അവിടെ ഉണ്ടാവുന്ന പ്ലാന്റ്, അവിടുത്തെ ഫ്ലോറ ഫോണ നമ്മൾ പറഞ്ഞു. അവിടുത്തെ ആൾക്കാരെ പറ്റി നമ്മൾ പറഞ്ഞു. ആൾക്കാർ അവിടെ എന്തൊക്കെ തരത്തിലുള്ള മൃഗങ്ങളെ വളർത്തുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ മൃഗങ്ങളെ വളർത്തിയത് കൊണ്ട് അവർക്ക് എന്തൊക്കെ പ്രയോജനമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ ബെൽറ്റ് ഉണ്ടാക്കാം, ലെതർ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, മൃഗങ്ങളെ വളർത്തുന്നുണ്ട്. അതുപോലെ അവരവിടെ കൃഷി ചെയ്യുന്നത്, എവിടെയാണോ വെള്ളം അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ ഡേറ്റ് പാംസും അതുപോലെ തന്നെ റൈസ്, വീറ്റ്, ബാർലി, ബീൻസ് ഒക്കെ അവര് വളർത്തുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സോ ഒത്തിരി ചേഞ്ചസ് അവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷന്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ബാക്കി കാര്യങ്ങൾ ചാപ്റ്ററിൽ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്